പച്ചക്കറി കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങളുള്ള നാരുകളാൽ സമ്പുഷ്ടമായ ന്യൂട്രിയൻ പവർ ഹൗസായ വെണ്ടയ്ക്ക ഈ രീതിയിൽ തോരനുണ്ടാക്കി കഴിച്ചു നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. എത്രമാത്രം ഗുണങ്ങളുള്ള വെജിറ്റബിൾ ആണെന്ന് പറഞ്ഞാലും വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ആഹാരപ്രിയർക്ക് വ്യത്യസ്ത രുചികളിൽ ഉണ്ടാക്കിയാൽ മാത്രമേ പതിവായി ഡയറ്റിൻ്റെ ഭാഗമാക്കാൻ പറ്റൂ അല്ലേ. കുറച്ച് ചോറ്, പിന്നെ സൂപ്പർ ടേസ്റ്റി രസം, ഇതിൻ്റെ കൂടെ വ്യത്യസ്ത രുചിയുള്ള ഈ വെണ്ടയ്ക്ക തോരൻ. ഊണ് കഴിക്കാൻ ഇത്രയും ധാരാളം മതി. എന്നാലും ഒരു ആഡഡ് ടേസ്റ്റിനായി ഒരു ഓംലെറ്റും കൂടെ ആവാം. ഇതൊരു നല്ല കോമ്പിനേഷനാണ്. കഴിക്കാൻ നന്നായിരിക്കും. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമോ? 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ 1 സ്പൂൺ ഉഴുന്ന് ചേർക്കാം. വെളിച്ചെണ്ണയിൽ ഉഴുന്ന് മൂക്കുന്നതിൻ്റെ നല്ല മണം വരുമ്പോൾ ഉണക്കമുളക് 3 എണ്ണം, പിന്നെ 1/2 സ്പൂൺ ജീരകവും ഗുണങ്ങളുടെ കലവറയായ കറിവേപ്പിലയും ചേർക്കാം. ഈ സമയം സ്ലോ ഫയർ മെയിൻറ്റെയിൻ ചെയ്താലേ നല്ല മണവും ഗുണവും കിട്ടൂ. ഇനി 8 വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ട് 1 കപ്പ് ഉള്ളിയും ചേർക്കാം. ഉള്ളി വാടുന്നത് വരെ മാത്രം വഴറ്റിയിട്ട് 100 ഗ്രാം വെണ്ടയ്ക്ക ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ചേർക്കണം. വെണ്ടയ്ക്ക കഴുകി നന്നായി തുടച്ച് ഒട്ടും വെള്ളമില്ലാതെ ഉണങ്ങിയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ അതിൻ്റെ സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല. ഇതൊരു കിച്ചൺ ടിപ്പാണ്. ഇനി പാകത്തിന് ഉപ്പ്, കൂടെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് ചതച്ച മുളകും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. 1 സ്പൂൺ തൈര് ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാത്രം അടച്ച് ചെറു തീയിൽ കുക്ക് ചെയ്യാം. നന്നായി വെന്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങയും മല്ലിയിലയും ചേർക്കണം. 2 ടേബിൾ സ്പൂൺ നിലക്കടല, ഇതാണ് ഈ ഡിഷിൻ്റെ ഹൈലൈറ്റ്. കുറച്ച് എണ്ണയിൽ വറുത്തിട്ട് അതും കൂടെ കുക്കായ വെണ്ടയ്ക്കയിൽ ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നെ രുചികരമായ ഈ ഡിഷ് സെർവ് ചെയ്യാം. ഇത് കഴിക്കാൻ നന്നായിരിക്കും. ഡയറ്റ് ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് നിലക്കടല. വെണ്ടയ്ക്കയും നിലക്കടലയും ചേർന്ന ഈ സൂപ്പർ ഫുഡ് ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താനും കൊള്ളാം.